ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. സർഫസ് ഏരിയ തന്നെ കാണുന്നതാണ്. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളത് പഠിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 2 മീറ്റർ ആൻഡ് ലാറ്ററൽ എഡ്ജ് 3 മീറ്റർ. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് അതിനെ അടയാളപ്പെടുത്തുക. ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ സ്ക്വയർ പിരമിഡ് വരച്ചു. ബേസ് 2 മീറ്റർ ആണ്. നമുക്കറിയാമല്ലോ സ്ക്വയറിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആണ്. 2 മീറ്റർ ആൻഡ് ലാറ്ററൽ എഡ്ജ്, ഇതല്ലേ ലാറ്ററൽ എഡ്ജ്, 3 മീറ്റർ. ഞാനിവിടെ ഫോമുലായി എഴുതിയിട്ടുണ്ട് നമ്മുടെ സർഫസ് ഏരിയ. അവ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ എടുത്തെഴുതണം. അതിനൊക്കെ പ്രത്യേകം മാർക്കുണ്ട്. മനസ്സിലായില്ല? അരമാർക്ക് വെച്ചുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അഥവാ നമ്മുടെ ഫൈനലിൻ്റെ എങ്ങനെയും തെറ്റിപ്പോയാൽ പോലും നമുക്ക് ഈ സ്റ്റെപ്സിൻ്റെ എല്ലാം മാർക്ക് കിട്ടും. ലാസ്റ്റ് എഴുതുന്നതിന് അരമാർക്കേ ഉള്ളൂ. അപ്പം ഇത് എൻ്റെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ബേസ് എഡ്ജ് 2 മീറ്റർ, ലാറ്ററൽ എഡ്ജ് 3 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫോമുലയ്ക്കും പ്രത്യേകിച്ച് മാർക്കുണ്ട്. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2AL എന്ന്. ഇനി നമ്മൾ ഫിഗറും വരച്ചു, ഫിഗറിന് മാർക്കുണ്ട്. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ മാത്രമായിട്ട് താഴോട്ടൊന്ന് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇവർ പറഞ്ഞതുപോലെ ബേസ് എത്രയാണ് എടുത്തു? 2 മീറ്റർ ആൻഡ് ഇതിലെ ലാറ്ററൽ എഡ്ജ് 3 മീറ്റർ. നമുക്ക് വേണ്ടത് എന്നാണ്? ഫോമുലയ്ക്ക് വേണ്ടതെന്നാണ് എല്ലാണ്. എല്ലാം ഏതാണ്? നമ്മുടെ ഈ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു. നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു, അതായത് 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ അത് ബേസിനെ കറക്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 മീറ്റർ എത്രയായിട്ട് മാറും? 1 മീറ്റർ. അത് മാത്രം ഞാൻ വരയ്ക്കുവാണ്. ഇതുണ്ടോ? ഇത് 1 മീറ്റർ, ഇത് 3 മീറ്റർ. ഇത് നമുക്ക് ഈ എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏത് നിങ്ങൾ അപ്ലൈ ചെയ്യും? നിങ്ങൾ ചാടി കയറി പറയും പൈതഗോറസ് തിയറം. കാരണം ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ട ഫോമുല? ദാറ്റ് ഈസ് ഇവിടെ എഴുതാവേ. L is equal to root of hypotenuse square minus base square. വാല്യൂ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഹൈപ്പോട്ടന്യൂസിൻ്റെ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3യുടെ സ്ക്വയർ 9 മൈനസ് 1 റൂട്ട് 8. 8ന് റൂട്ടുണ്ടോ? കറക്റ്റ് റൂട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 8ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഏതാ? നമ്മുടെ പ്രൈം നമ്പറിലെ ആദ്യത്തെ സംഖ്യ ഇട്ട് 2 ഇട്ട് ചെയ്തു. 4, അതിന് 2 പറ്റും, 2 ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? പെയർ ചെയ്യണം ഓരോരുത്തരെ. ഇയാൾക്ക് പെയറിംഗ് ഉണ്ടോ? ഇല്ല. പെയർ ചെയ്യുന്നതിന് ഒരാളെ വെളിയിലെടുത്തു. പെയർ ചെയ്യാൻ പറ്റാത്തവരെ റൂട്ടിലിട്ടു. അപ്പോൾ എത്ര ഒരു ആൻസർ? പെയർ ചെയ്ത ആളെ വെളിയിലെടുത്തു, പെയറിലില്ലാത്ത ആളെ റൂട്ട് 2. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലിൻ്റെ വില കിട്ടി 2 റൂട്ട് 2. നമ്മളതിന് ഫോമുലയിലേക്ക് കൊടുക്കുവാണ്. എ സ്ക്വയർ, എ എത്രയായിരുന്നു? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A2 എല്ല് കിട്ടി 2 റൂട്ട് 2. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 പ്ലസ് ഇതെല്ലാം ഇൻറ്റു ചെയ്തേ 8 റൂട്ട് 2. ഇവിടെ വെച്ച് വേണേൽ നിങ്ങൾക്ക് നിർത്താം. ഇത്രയായിട്ട് എഴുതിയാലും കിട്ടും, ഇത്രയും മീറ്റർ സ്ക്വയറിന് എഴുതിയാലും കിട്ടും. പക്ഷെ നമുക്ക് റൂട്ട് 2ൻ്റെ വില അറിയാം, ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 4 പ്ലസ് 8 ഇൻറ്റു 1.414 അല്ലേ? റൂട്ട് 2ൻ്റെ വില 1.414 അല്ലേ? ഓക്കെ. ഇസ് ഈക്വൽ ടു 4 പ്ലസ് കിട്ടും 11 പോയിൻറ്റ് സംതിങ് കിട്ടും. 11.312 കിട്ടും. നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ 15.312 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി പൈതഗോറസ് തിയറത്തിന് സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ചെന്ന് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെത്താനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം തെറ്റുവരും, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് നോക്കുക എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന്. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രോബ്ലം ആക്കത്തില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഫോമുല സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AL. Okay, thank you. Keep on trying. Thank you.